ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന 38ാമത് അൽഫോൻസ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. കനത്ത മഴയെ അവഗണിച്ചും വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി വിശ്വാസികളാണ് കുടമാളൂരിലെ വിശുദ്ധ അൽഫോൻസയുടെ ജന്മഗൃഹത്തിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്തിയത്. പുലർച്ചെ 5:30 ആരംഭിച്ച തീർത്ഥാടനത്തിൽ കുടമാളൂർ, അതിരമ്പുഴ, കോട്ടയം, നെടുങ്കുന്നം, മണിമല, ചെങ്ങന്നൂർ തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു. കുടമാളൂർ മേഖല തീർത്ഥാടനമാണ് ആദ്യം ജന്മഗൃഹത്തിൽ എത്തിയത്. തുടർന്ന് കുടമാളൂർ പള്ളി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ ജോയി ജോർജ് മംഗലത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. മാർ ജോസഫ് പെരുന്തോട്ടം സന്ദേശം നൽകി. ശേഷം മറ്റു മേഖലകളിലെ തീർത്ഥാടകരുടെ പദയാത്ര കുടമാളൂർ പള്ളിയിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഈ വർഷത്തെ തീർത്ഥാടനം വളരെയധികം ജനനിബിഡമായിരുന്നു. എങ്കിൽ പോലും മഴ മൂലം ചില ഫൊറോനകളിൽ നിന്ന് തീർത്ഥാടകർക്കിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. വൈകുന്നേരം 6 മണിയോടുകൂടി തീർത്ഥാടനം ആരംഭിച്ചു. മിഷൻ ലീഗിൻ്റെ സ്ഥാപക പിതാവായ ബഹുമാനപ്പെട്ട ജോസഫ് മാലിപ്പറമ്പിലച്ചൻ്റെ ഖബറിടത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര അൽഫോൻസ ജന്മഗൃഹത്തിൽ വരികയും അവിടെ നിന്ന് അവിടെ പതാക ഉയർത്തുകയും തുടർന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് തീർത്ഥാടനം ആരംഭിച്ചത്. എടത്വ, ആലപ്പുഴ, ചമ്പക്കുളം, പുളിങ്കുന്ന്, മുഹമ്മ മേഖലകളിലെ തീർത്ഥാടകർ മാനാനം ആശ്രമ ദേവാലയത്തിൽ സംഗമിച്ച് വിശുദ്ധ ചാവറയച്ചന്റെ കബറിടത്തിൽ പ്രാർത്ഥിച്ചു. പാറയിൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളുടെ തീർത്ഥാടന പദയാത്ര ഉച്ചകഴിഞ്ഞ് 2-ന് അൽഫോൻസ ജന്മഗൃഹത്തിലെത്തി. അതിരൂപത അധ്യക്ഷൻ മാർ തോമസ് തറയിൽ സന്ദേശം നൽകി. സഹനങ്ങളിൽ ദൈവസ്നേഹം കണ്ടെത്താൻ എല്ലാവർക്കും സാധിക്കണമെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതെല്ലാം ഒഴിവാക്കാനാവാത്തതെല്ലാം തന്നെ അത് സ്വീകരിക്കാനും ദൈവത്തെ സ്നേഹിക്കാനുള്ള വഴികളായി അതിനെ രൂപാന്തരപ്പെടുത്താനും നമുക്കും സാധിക്കും. അതിനുള്ള കൃപ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട സഹനങ്ങളും ഒഴിവാക്കാനാവാത്ത സഹനങ്ങളും. ഒഴിവാക്കേണ്ട സഹനങ്ങൾ എന്താണ്? അത് മനുഷ്യന്റെ തിന്മ മൂലമുണ്ടാകുന്ന സഹനങ്ങൾ ഒഴിവാക്കുക. ഇപ്പോൾ മയക്കുമരുന്നിനെതിരായിട്ടുള്ള വലിയ സമരത്തിലാണ് കേരളം ചെന്നത്. മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യര് കുട്ടികളുടെ മസ്തിഷ്കങ്ങളെ നശിപ്പിക്കത്തക്ക രീതിയിൽ മയക്കുമരുന്നിന്റെ വിതരണക്കാരാവുകയും അത് അനേകം വ്യക്തികളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സഹനം നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല. ആ സഹനം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് ഒഴിവാക്കാനായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അതിർത്തികളായ ഏറ്റുമാനൂർ മുതൽ തിരുവനന്തപുരം ജില്ലയുടെ അമ്പൂരി വരെയുള്ള ആയിരക്കണക്കിന് കുട്ടികളാണ് അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലേക്ക് പെരുമഴയെ അവഗണിച്ചുകൊണ്ട് കടന്നു വന്നത്. അവൾ എത്രമാത്രം സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നുവെന്നും അവരുടെ പ്രാർത്ഥനയ്ക്കെല്ലാം അവളുടെ മധ്യസ്ഥം വഴി എന്തുമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയതെന്നുള്ളതിൻ്റെ വലിയൊരു സാക്ഷ്യമായിരുന്നു ഇവിടെ കുടമാളൂർ കാണുവാൻ സാധിച്ചത്. അലകടല് പോലെ കുടമാളൂർ മുഴുവനും ആയിരക്കണക്കിന് കുട്ടികൾ അൽഫോൻസാമ്മയുടെ ജന്മഗൃഹത്തിലേക്ക് പദയാത്രയായി കടന്നു വന്നപ്പോൾ അത് വലിയൊരു സാക്ഷ്യത്തിൻ്റെ, ക്രൈസ്തവ സ്നേഹത്തിൻ്റെ, തീക്ഷ്ണതയുടെ വലിയൊരു അടയാളമായി മാറി. ക്യാമറമാൻ എഫ്രൈം ജോസഫിനൊപ്പം സജി ആന്റണി, ഷെക്കിന ന്യൂസ്.